മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായോ ചെറിയ വേഷങ്ങളിലോ അഭിനയം തുടങ്ങി പിന്നീട് മികച്ച നായികമാരായും മുൻനിര താരങ്ങളായും മാറിയ ചില പ്രമുഖ നടിമാരും അവരുടെ ആദ്യകാല സിനിമകളുമാണ് ഇവിടെ പറയുന്നത്. മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ നായികയായി തിളങ്ങിയ കാവ്യ പൂക്കാലം വരവായി, അഴകിയ രാവണൻ തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചാണ് സിനിമയിലേക്ക് കടന്നുവരുന്നത്. സായ് പല്ലവി 2008 പുറത്തിറങ്ങിയ ദാം ധൂം എന്ന തമിഴ് ചിത്രത്തിൽ കങ്കണ റാണയുടെ സുഹൃത്തുക്കളിൽ ഒരാളായി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വേഷത്തിലാണ് അവർ അഭിനയം തുടങ്ങിയത്. നസ്രിയ നസീം മലയാളത്തിലെ പ്രമുഖ നടിയായ നസ്രിയ തന്റെ കരിയർ ആരംഭിച്ചത് ടെലിവിഷൻ അവതാരകയും പളുങ്ക് പോലുള്ള സിനിമകളിൽ ബാലതാരമായും ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ലെവലിലുള്ള വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ്. അനശ്വര രാജൻ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ഒറ്റ ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ അനശ്വര ഉദാഹരണ സുജാത എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ മകളുടെ റോളാണ് ചെയ്തത്. സംയുക്ത മേനോൻ ഉപചാരപൂർവ്വം ഗുണ്ടജയൻ, കടുവ തുടങ്ങിയ ചിത്രത്തിലൂടെ മലയാളത്തിലെ മുൻനിര നായികയായി മാറിയ സംയുക്ത പോപ്കോൺ എന്ന ചിത്രത്തിൽ വളരെ ചെറിയൊരു വേഷത്തിലൂടെയാണ് തുടക്കം കുറിച്ചത്. മമിത ബൈജു 2017 സർവോപരി പാലക്കാരൻ എന്ന മലയാള ചലച്ചിത്രത്തിൽ സഹനടിയായി അഭിനയിച്ചുകൊണ്ടാണ് അവർ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. 14 വയസ്സിൽ വിനയൻ സംവിധാനം ചെയ്ത് ബോയ് ഫ്രണ്ട് എന്ന മലയാള ചിത്രത്തിലൂടെ ജൂനിയർ ബാലതാരമായി ഹണി റോസ് അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് നായികാവേഷങ്ങളിലും സഹനടികളിലും എത്തി. മഹിമ നമ്പ്യാർ ഒരു ബാലതാരം ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മുൻനിര നടിയായി മാറി. 2010 പുറത്തിറങ്ങിയ കാര്യസ്ഥൻ എന്ന മലയാള ചിത്രത്തിലെ ദിലീപിന്റെ സഹോദരിയുടെ വേഷത്തിലൂടെയാണ് അവരുടെ ചെറിയ അരങ്ങേറ്റം. 2013 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അനു സിതാര അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. ഈ ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റോ ബാലതാരമായോ അഭിനയിച്ചു. 2017 ഹിറ്റ് കോമഡി ചിത്രമായ ചങ്സിൽ റൊമാനിയോയുടെ സഹോദരിയായി സഹനടിയായിട്ടാണ് നൂറിൻ ഷെരീഫ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 2009 പുറത്തിറങ്ങിയ മലയാളം ചിത്രമായ ഭാഗ്യദേവതയിൽ നായകന്റെ സഹോദരിയുടെ വേഷത്തിൽ ബാലതാരമായിട്ടാണ് നിഖില വിമൽ അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. 2016 പുറത്തിറങ്ങിയ ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെ ചെറിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഗ്രേസ് ആന്റണി മലയാളത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2006 പുറത്തിറങ്ങിയ ഔട്ട് ഓഫ് സിലബസ് എന്ന മലയാള ചിത്രത്തിലൂടെയാണ് പാർവതി തിരുവോത്ത് അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. ഒരു പുതിയ ക്യാമ്പസ് നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായി ഒരു സഹകഥാപാത്രത്തെ അവതരിപ്പിച്ചു. 2016 മലയാളം ഹിറ്റ് ചിത്രമായ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ ഒരു സഹതാരമായിട്ടാണ് അരങ്ങേറ്റം കുറിച്ചത്.